നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആരാണ് സാഹചര്യങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കുന്നവർ? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ധ്യാനത്തിലിരുന്ന ബുദ്ധശിഷ്യനെ വടികൊണ്ട് ആരോ പുറകിൽ നിന്നും അടിച്ചു. ശിഷ്യനും വടിയും നിലത്തു വീണു. നിലത്തു വീണ വടിയെടുത്ത് ശിഷ്യൻ അടിച്ചയാളുടെ പുറകെ ഓടി വിളിച്ചു പറഞ്ഞു, താങ്കളുടെ വടിയെടുത്തു കൊണ്ടുപോകൂ. അയാൾ ഓട്ടം തുടർന്നപ്പോൾ ബുദ്ധശിഷ്യനും പിന്നാലെ ഓടി. ആളുകൾ അവരെ പിന്തുടർന്നു. അവസാനം അയാൾ തളർന്നു നിന്നപ്പോൾ ബുദ്ധശിഷ്യൻ അടുത്തെത്തി അയാളുടെ വടി കൈമാറി. അപ്പോൾ ഒരാൾ ശിഷ്യനോട് ചോദിച്ചു, താങ്കളെ അടിച്ചിട്ടോടിയിട്ടും എന്താണ് തിരിച്ചു പ്രതികരിക്കാത്തത്? എന്തിനാണ് ഒരടി പോലും നൽകാതെ അയാളുടെ വടി തിരികെ കൊടുത്തത്? ശിഷ്യൻ പറഞ്ഞു, ഞാൻ മരച്ചുവട്ടിലിരിക്കുമ്പോൾ ഒരു കമ്പൊടിഞ്ഞ് തലയിൽ വീണാൽ എന്തു ചെയ്യും? ഇതും അത്രയേ ഉള്ളൂ. നടക്കാനുള്ളത് നടന്നു. കാര്യങ്ങൾ വഷളാക്കാൻ ഞാനില്ല. ഇതും പറഞ്ഞ് ശിഷ്യൻ തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു നടന്നു. പ്രതികരണ നടപടിയാണ് പരിഹാരത്തിൻ്റെ ആദ്യപടി. പ്രതികരണം രണ്ടു വിധത്തിലാകാം: ആളി കത്തിക്കാനും അണയ്ക്കാനും. എപ്പോഴും ആദ്യ അടിയല്ല, തിരിച്ചടിയാണ് കലഹങ്ങളെ കലാപങ്ങളാക്കി മാറ്റുന്നത്. പ്രതികരിക്കുന്നവർക്ക് പക്വതയുണ്ടെങ്കിൽ എത്ര ആസൂത്രണം ചെയ്ത് നടത്തുന്ന കലാപങ്ങളും പരാജയപ്പെടും. എത്ര നിഷേധാത്മകമായി പെരുമാറുന്നവരോടും ശാന്തമായി പ്രതികരിക്കുന്നവരാണ് സാഹചര്യങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കുന്നത്. നമുക്കും പ്രതികരിക്കാൻ പക്വതയുടെ വഴി തിരഞ്ഞെടുക്കാം. ശുഭദിനം.